മുത്ത് റസൂലമ്മ സ്വല്ലമ്മയുടെ കയ്യിൽ കുറച്ച് മുന്തിരി കൊണ്ട് കൊടുത്തു. എന്നിട്ട് ആ സഹാബി പറഞ്ഞു, അങ്ങ് ഇത് കഴിക്കണം റസൂലേ, എൻ്റെ ഒരു സമ്മാനമായിട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ ചുറ്റിനും ആൾക്കാരുണ്ട്. അപ്പം നബി തങ്ങൾ അത് സന്തോഷത്തോടെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കുറച്ച് സഹാബാത്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലമ്മയോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ മുന്തിരി എനിക്ക് തരാത്തത്, ഞങ്ങൾക്ക് തരാഞ്ഞത്? അപ്പം നബി തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ പുളിപ്പുണ്ട്, ഇതിൽ കയ്പുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾ ആ മനുഷ്യനെ ഒന്ന് കളിയാക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കൊണ്ടാണ് ഈ മുന്തിരി ഞാൻ കഴിച്ചത്. എന്ത് മനോഹരമായിട്ടുള്ളൊരു വചനമാണ് നബി തങ്ങൾ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് നബി തങ്ങളുടെ ഈ ഒരു വചനം, ഈ ഒരു വാക്കുകൾ. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലമ്മ എത്ര പാവമാണെന്നറിയോ? ആരോടും തിന്മയായിട്ട് പെരുമാറില്ല, എല്ലാവരോടും നന്മയായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ജീവിച്ച് വഫാത്തായ ഒരു സഹാബിയായിരുന്നു എൻ്റെ റസൂലുള്ളാഹി സ്വല്ലമ്മ. നമ്മളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലമ്മയുടെ പാത പിൻപറ്റണം. കുറേയൊക്കെ നമുക്ക് പറ്റാതിരിക്കാം, പക്ഷേ കുറച്ചെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയെങ്കിലും നമ്മൾ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലമ്മയുടെ പാത പിൻപറ്റണം. നടന്നു പോകുന്നത് സുന്നത്താണ്.